ഞാൻ വിപ്ലവം അതിൽ ഞാൻ ഈ വിഷയം മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് അത് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേഷ്യൻ്റെയും ഹിപ്നോസിസിൻ്റെ ഒക്കെ ഒരു ഫലമായിട്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് അർദ്ധരാത്രി നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പുള്ള സമയമാണല്ലോ. അപ്പോൾ ആ സമയത്ത് മനസ്സ് റിസപ്റ്റീവ് ആയിരിക്കും. അതുപോലെ രാവിലെ നമ്മൾ ഈ 6 മണി എന്നൊക്കെ പറയുമ്പോൾ അവിടെ രാവിലെ കൃത്യമായിട്ട് സമയമല്ല, പല സമയത്താണ് ഈ 15 മിനിറ്റ് മെഡിറ്റേഷൻ വരുന്നത്, 10 മിനിറ്റ് മെഡിറ്റേഷൻ. അപ്പോൾ അദ്ദേഹം ഇതാണ് ഇതിന്റെ ബേസ്, ഇതാണ് ഈ സുധീർ കബീർ പറഞ്ഞ പോലെ. പക്ഷെ ഇതാണെന്ന് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് ഇത് ഇമ്പോർട്ടൻ്റ് ഇല്ലല്ലോ. അതെല്ലാവരും ചെയ്യുന്നതാണല്ലോ, എല്ലാ സൈക്കോളജിസ്റ്റുകളും പിന്നെ മെന്റേഴ്സും ചെയ്യുന്ന കാര്യമാണിത്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അതിലാരും പ്രത്യേക വില കൊടുക്കില്ല. അപ്പൊ എനിക്കത് മനസ്സിലായി. അദ്ദേഹത്തിന്റെ ഈ പരിപാടി ഞാൻ 5-6 മാസത്തോളം ഇത് കേട്ടിരുന്നു. പിന്നെ ഏകദേശം 1 മാസം മുമ്പ് തോന്നുന്നു, അതിന് കുറച്ച് മുമ്പായിട്ട് എന്നെ മാറ്റി, ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് മാറ്റി. ആൾക്കാരായിട്ടൊക്കെ ഞാൻ ബന്ധപ്പെട്ടിരുന്നു. അപ്പൊ അത് ഞാൻ അന്ന് ചോദിച്ചിരുന്നു, ഈ എക്സ്പെഡീഷനിൽ എന്താ സംഭവിക്കുന്നത് എന്നൊക്കെ അന്വേഷിച്ചിരുന്നു. അപ്പോൾ പകല് മോർണിംഗ് പ്രയറിന്റെ തന്നെ ഒരു എക്സ്റ്റൻഷനാണ് എന്നാണ് മനസ്സിലായത്. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, നമ്മൾ എത്ര സമയം മെഡിറ്റേറ്റ് ചെയ്യുന്നോ അത്രയും നമുക്ക് പവർ കൂടും. അപ്പൊ പകല് നമ്മളിപ്പോ രാവിലെ 10 മിനിറ്റ് ഉള്ളൂ എന്ന് പറയും. അപ്പൊ അതിന് ഒരു ബാഹ്യമായ ശക്തിയുടെ ഒന്നുമില്ല. നമ്മളോട് നിങ്ങൾ ചെയ്യൂ, കണ്ണടക്കൂ എന്ന് പറയാൻ ഒരാൾ ഉണ്ടാവുമ്പോ നമുക്ക് അതിലൊരു താല്പര്യം തോന്നുമല്ലോ. പിന്നെ ഇതിൽ പല ആൾക്കാരും രാവിലെ എഴുന്നേക്കാത്ത ആൾക്കാരാണ്. അപ്പൊ രാവിലത്തെ ആ സമയത്തിനൊരു പവർ ഉണ്ട്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും രാവിലെ എഴുന്നേറ്റ് ചെയ്യുമ്പോൾ, 4 മണിക്കൊക്കെ ആണെങ്കിലും 5 മണിക്ക് 6 മണിക്ക് ആ ടൈമൊക്കെ ഉച്ചക്ക് മുമ്പ്, ഏകദേശം 11 മണി മുമ്പ് വരെയൊക്കെ ഏതൊരു കാര്യം ചെയ്താൽ കോൺസെൻട്രേഷൻ കൂടും. അത് നമ്മളെ മനസ്സ് സ്വീകരിക്കും. അപ്പൊ ആ സമയത്താണല്ലോ ഈ മെഡിറ്റേഷനൊക്കെ ചെയ്യാറ്. പിന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. അദ്ദേഹം ഇങ്ങനെ ഒരു ട്രാപ്പാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇത് മെഡിറ്റേഷനാണ്, പക്ഷെ അദ്ദേഹം മെഡിറ്റേഷൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നവരൊക്കെ ചീത്ത പറയുന്നത് മനസ്സിലായി. കാരണം മെഡിറ്റേഷൻ, ഹിപ്നോസിസ് എന്നൊക്കെ പറയുമ്പോൾ സയൻസാണ്. അപ്പൊ അദ്ദേഹത്തിന് താൻ ഒരു ഡിവൈൻ പവർ ആണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിനെ മാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ആരെയും പ്രോത്സാഹിപ്പിച്ചില്ല. ഒരു പ്രാവശ്യം ഞാൻ കേട്ടതാണ്, പോടി എഴുന്നേറ്റിട്ടെന്ന് പറഞ്ഞു ഒരു സ്ത്രീയോട്. ആ സ്ത്രീ അറിയാതെ പറഞ്ഞു പോയതാണ്. കൺട്രോൾ ചെയ്യുന്നുണ്ട് ആ സ്ത്രീ, പക്ഷെ അറിയാതെ ഒരു പ്രാവശ്യം പറഞ്ഞു പോയി, ഞാൻ മെഡിറ്റേഷൻ ചെയ്യുമ്പോ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ അതിനെ അദ്ദേഹം പറഞ്ഞത് പോടി എഴുന്നേറ്റെന്ന് എന്തോ അങ്ങനെ പറഞ്ഞു. അപ്പോ അദ്ദേഹത്തിന് എന്താ സംസാരിക്കേണ്ടത് പോലും പലപ്പോഴും അറിയുന്നില്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായത്, തുടങ്ങുമ്പോൾ തന്നെ അദ്ദേഹം മിക്കവാറും ആരെങ്കിലും നെഗറ്റീവ്ന്ന് ആയിരിക്കും തുടങ്ങുന്നത്. അദ്ദേഹം ദേഷ്യപ്പെട്ടിട്ടായിരിക്കും പോയിരുന്നത്. പിന്നെ ക്രമേണ അദ്ദേഹം പിന്നെ ചിരിക്കാൻ തുടങ്ങും. അപ്പോ പിന്നെ ഈ മണിയുടെ കാര്യം തന്നെ, മണി അദ്ദേഹം ഇങ്ങനെ നീട്ടി കൊണ്ടുപോകാനാണ് ഉദ്ദേശിച്ചത്. വലിയ എമൗണ്ട് അങ്ങനെ ഇന്റർനാഷണൽ ആകുമ്പോൾ വലിയ എമൗണ്ടോ ഡോളറാവും, അപ്പൊ നിങ്ങൾക്ക് വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ട്രിക്കുകൾ ഈ പൈസക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അത് എന്നോട് ആരും വിളിക്കൊന്നും ചെയ്തില്ല. ഞാൻ സൈലന്റ് ആയിട്ട് കേട്ടെന്ന് മാത്രം. അപ്പൊ ഈ കക്ഷി വന്നപ്പോഴാണ് ഇപ്പൊ ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞത്. ഞാൻ ഇപ്പൊ ഏകദേശം ഒരു 2 മാസം മുമ്പ് തന്നെ ഈ വീഡിയോ ചെയ്തിരുന്നു, മോസാന്റെ ഫോട്ടോ വെച്ചിട്ടുള്ള. അപ്പൊ അന്ന് എല്ലാവർക്കും അയച്ചു കിട്ടിയല്ലോ, മറ്റേ കൊടുങ്ങല്ലൂരത്തെ പരിപാടിയുടെ. അപ്പൊ ആ കട്ടൗട്ടൊക്കെ വെച്ച് കണ്ട് അതിന് മനസ്സിലാക്കി കൊടുത്തെല്ലാം അത് ഇവന്റ് മാനേജ്മെന്റ് ആണ്. കുറെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും ചെയ്യും. ഇപ്പൊ ഈ SM-ന്റെ ഒരു ഇവന്റ് മാനേജ്മെന്റ് തൃശ്ശൂർ നടന്നതായിട്ട് അതിന്റെ ഒരു ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. SM അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്, ഈ കബീർ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് അങ്ങനെ സംഭവം ഉള്ളത്. ഏതായാലും അതൊരു ശരിയായിട്ടുള്ള പരിപാടിയല്ല. പിന്നെ നിങ്ങൾ ഇതില് കൂടുതൽ പവറിന്റെ കാര്യം പറഞ്ഞു, അത് നമ്മള് ആ ഭാഗത്ത് വീക്കാന്നതിന്റെ അർത്ഥം. നമുക്ക് സെൽഫായിട്ട് ഈ ഓട്ടോ സജഷനോ അല്ല അതേപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും മനസ്സ് കൺട്രോൾഡ് അല്ല. അപ്പൊ അതൊരു ബാഹ്യശക്തി ഒരാളിങ്ങനെ പ്രേരിപ്പിക്കുമ്പോൾ നമ്മളവിടെ ഇരുന്ന് കൊടുക്കുന്നു. അപ്പൊ നമുക്ക് അവരുടെ ഒരു ആദരവ് തോന്നുന്നു, മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത് സൈക്കോളജി, പ്യൂർ സൈക്കോളജിയാണ്, അല്ലാതെ ഇതില് വേറെ ഒന്നുമില്ല. പക്ഷെ ഈ പാവപ്പെട്ടവർക്ക് എന്താ അറിയാം, ഇതില് വിഷയം എന്താ വെച്ചാല്
ഇദ്ദേഹം പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് പണയം വെക്കരുത്, സ്വർണം പണയം വെക്കരുത്. എന്താ വെച്ചാൽ ഇതിന് മുമ്പ് പല ആൾക്കാരും പല ഗോൾഡ്മാൻമാരും ഈ പേപ്പറിൽ ഒരു ഇഷ്യൂ ആയിട്ട് വരുമ്പോൾ അത് വലിയ വിഷയമായി മാറും. ഇതിപ്പോൾ ഗവൺമെന്റ് ഒക്കെ ശ്രദ്ധിക്കും. അപ്പോൾ ജയിലിൽ പോകേണ്ടിയൊക്കെ വരും. അപ്പോൾ മുൻകൂട്ടി അത് അതിനൊരു മുൻകൂർ ജാമ്യം എടുത്തതാണ്. പൈസ അടക്കുമ്പോൾ നിങ്ങൾ വിറ്റ പ്രശ്നമല്ല, നിങ്ങളെ സ്വത്ത് നിങ്ങൾ വിറ്റിട്ടാണ് ഇതിൽ പൈസ അടച്ച പ്രശ്നമല്ല. അതേസമയം നിങ്ങൾ പണയം വെക്കണ്ടെന്നാ പറയുന്നത്. സ്വർണം പണയം വെക്കരുത്. കാരണം അത് വൈകാരികമായിട്ടുള്ളൊരു വിഷയമാണല്ലോ. അപ്പൊ അതുകൊണ്ട് അത് അദ്ദേഹമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു നല്ല വശങ്ങളുണ്ട് കേട്ടോ, ഞാനത് ഇല്ലാതെ പറയുന്നില്ല. പക്ഷെ ഇതിന്റെ കബീർ പറയും പോലെ ഇതൊരു ട്രാപ്പാണ്. നമ്മൾ പൈസ കളയുകയും എൻ്റെ ആവശ്യമില്ലാത്ത ഇതാണ്. ഇപ്പൊ തന്നെ പലർക്കും ആവശ്യമാണ്. ഇപ്പൊ ആത്മഹത്യയൊക്കെ വരുന്നുണ്ടല്ലോ. അതൊക്കെ സംഭവിക്കുന്നത് ആലംബമില്ലാത്തതുകൊണ്ടാണ്, സൈക്കോളജിക്കലായിട്ട് സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഞാനൊരു വീഡിയോ ഇതിൽ ചെയ്തിട്ടുണ്ട്. അതിൽ ഗവൺമെന്റ് ശരിക്കും എന്താ വേണ്ടതെന്ന് വെച്ചാല് ഓരോ മാസവും ഓരോ വീട്ടിലും ആണും പെണ്ണുമായിട്ടുള്ള സൈക്കോളജിസ്റ്റുകളോ അല്ലെങ്കിൽ കൗൺസിലേഴ്സോ വേണം. അപ്പൊ ആ വീടുകളിൽ സംഭവിക്കുന്നത് ഓരോ വ്യക്തികളെയും കണ്ടിട്ട് അവരുടെ സമയത്തിനനുസരിച്ചിട്ട് വന്നിട്ട് അവരോട് സംസാരിക്കണം. അപ്പോൾ ഭാര്യ, ഭർത്താവ്, മക്കൾ, അപ്പൊ അവരുടെ ഓരോ ഫീൽഡിലും അവർക്കുള്ള പ്രയാസങ്ങൾ അവർ പറയും. അപ്പോൾ അങ്ങനെ ഓരോ വീടുകളിലും ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം അവർ വരണം. അല്ലെങ്കിൽ തിരിച്ച് ഇവര് സെന്ററിലേക്ക് വരുന്ന വിധത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വേണം. ഏത് സമയത്തും ആക്സസിബിൾ ആയിട്ടുള്ള സൈക്കോളജിക്കൽ സപ്പോർട്ട് ആക്സസിബിൾ ആയിട്ടുള്ള സിസ്റ്റം അവിടെ വരണം. അങ്ങനെ വരുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. സാമ്പത്തികമാണെങ്കിൽ ഗവൺമെന്റിന്റെ ചാനലിലേക്ക് തിരിച്ചു വിടാൻ പറ്റും. മനഃശാസ്ത്രപരമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള സിസ്റ്റം അവിടെ വരണം. അങ്ങനെ വരുമ്പോൾ ഇവരുടെ ഒന്നും ആവശ്യമില്ല. ഇതിപ്പോ ഹൈഡ് ചെയ്തിട്ടുള്ള പരിപാടിയാണല്ലോ, മൊത്തത്തിൽ ഹൈഡ് ചെയ്ത പരിപാടിയാണ്. ഇപ്പൊ ഞാൻ അദ്ദേഹത്തെ പറ്റി തന്നെ പഠിച്ചു. എന്നിട്ട് ആ ഒരു ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് മനസ്സിലാക്കി. അപ്പൊ എനിക്ക് മനസ്സിലായത് MLM എന്ന അദ്ദേഹത്തിന്റെ സ്റ്റാർട്ടിങ്. അപ്പൊ അതിൽ പരാജയപ്പെട്ടപ്പോഴാണ് അദ്ദേഹം മെഡിറ്റേഷനിലേക്ക് വന്നത്. അപ്പൊ മെഡിറ്റേഷനിൽ പവർ മനസ്സിലാക്കി, അദ്ദേഹത്തിന് സ്വയം മനസ്സിലായി. അപ്പോഴാണ് അത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇറങ്ങിയിട്ടുള്ളത്. ഇതാണ് ഇതിന്റെ വസ്തുത. അപ്പോ ഈ സുധീർ കബീർ പിന്നെ ഹിപ്നോട്ടിസം പഠിച്ച ആളായതുകൊണ്ട് അദ്ദേഹത്തിന് അതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ അത് പറയാൻ പറ്റുന്നുണ്ട്. അതായത് കൺഫർമേഷൻ ബയാസ് എന്നൊക്കെ പറയാൻ തന്നെ പറയുന്നുണ്ടല്ലോ. കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. ഇപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങൾ ഇതിൽ പുറത്തോട്ട് വന്നുകൊണ്ട് സംസാരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം ഒരു ഡിവൈൻ പവറുള്ള ആളാണെങ്കിൽ അദ്ദേഹത്തിന്റെ സംസാരം ഒരു ടോക്ക് കിട്ടാൽ മതി, അതിലുള്ള പല ഫോൾട്ടുകളും നമുക്ക് മനസ്സിലാവും. പിന്നെ ജനങ്ങളൊക്കെ സമർപ്പിതരായതുകൊണ്ട് പിന്നെ അതിനെ ചോദ്യം ചെയ്യുന്നില്ല മാത്രമേ ഉള്ളൂ. എന്തോ പവർ ഉണ്ട് എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തെ വിളിക്കേണ്ട, മൂപ്പരോട് ആരാധിക്കേണ്ടെന്നൊക്കെ. പക്ഷെ അദ്ദേഹം ഇത് കേൾക്കുന്നുണ്ട്. മോസാനെ എൻ്റെ അത് മാറ്റണേ, ഇത് മാറ്റണേ, മറ്റേ മാറ്റണേ എന്ന് പറയുന്നുമുണ്ട്. അതൊക്കെ അദ്ദേഹം കേൾക്കുന്നുമുണ്ട്. അതിനൊന്നും അദ്ദേഹം പറയുന്നത് ഇടയ്ക്ക് അതിനെ നിരുത്സാഹപ്പെടുത്തുമെങ്കിലും സ്ഥിരമായിട്ട് ആൾക്കാർ ഇത് അദ്ദേഹത്തെ തന്നെ വിളിക്കുന്നത്. അദ്ദേഹം തന്നെ ദൈവം എന്ന് പറയുന്നത് എല്ലാവരും. അപ്പൊ അതൊന്നും നമുക്ക് സ്വീകാര്യമല്ല എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പൊ ഞാൻ നിങ്ങളെ സംസാരം ഇന്നലെ 2 മണിക്കൂർ ഞാൻ കേട്ടു. അപ്പൊ അതിന്റെ ഒരു പ്രതികരണമായിട്ട് കൂട്ടിയാൽ മതി അത്. അപ്പൊ ഞാൻ പലപ്പോഴും വിചാരിച്ചു സീനിയർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ എന്താണ് ഇത്രമാത്രം. പക്ഷെ ഇതാണ് നമുക്ക് സൈക്കോളജിക്കലായിട്ടുള്ള ഒരു ആലംബമില്ലാത്ത അവസ്ഥ പലർക്കും ഉണ്ടാവും. ഡിഫക്റ്റുകൾ, അതായത് ചില സ്ലോട്ടുകൾ, നമ്മളെ നിറയാത്ത സ്ലോട്ടുകൾ ഉണ്ടാവും. അതിലേക്കാണ് ഈ ഇത്തരം ആളുകൾ വന്ന് നിറയുന്നത്. അപ്പൊ നമ്മൾ അവരെല്ലാം ആയി മാറുകയാണ്. പക്ഷെ ഞാൻ മുസ്ലിമാണ്, നമുക്ക് അതിന്റെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബേസ് ഉണ്ട്. അത് അദ്ദേഹം പറയുന്നുണ്ടല്ലോ, മുസ്ലിംസ് ഒന്നും ഇതിൽ അധികം പേടില്ലാണ്. പിന്നെ ഇപ്പൊ ഈ വിഗ്രഹാരാധന ഉള്ള ആളുകൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഒരുപാട് വിഗ്രഹങ്ങളല്ലേ, ഒരുപാട് ആരാധന മൂർത്തികളല്ലേ. അപ്പൊ അവര് ഓരോ സ്ഥലത്തും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അവർക്ക് ശാന്തി ഒരു സ്ഥലത്ത് നിന്ന് കിട്ടുമ്പോൾ ബാക്കിയുള്ളതൊക്കെ വേണ്ടാന്ന് വെക്കും. അങ്ങനെയാണ് ചിത്രങ്ങളും പ്രതിമകളൊക്കെ ഒഴിവാക്കി എന്നൊക്കെ പറയുന്നത്. എത്രയോ ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഹിന്ദു വിശ്വാസികൾ. അപ്പൊ ഇസ്ലാമിൽ അത് ആദ്യമേ ഉണ്ട്. ഒരു ദൈവമേ ഉള്ളൂ, അതിന് ചിത്രം പോലും ഇല്ല, ഫോട്ടോ പോലും ഇല്ല, പ്രവാചകന്റെ ഫോട്ടോ പോലും ഇല്ല. അപ്പൊ ഈ സുധീർ അങ്ങനെ തന്നെയാണ്, മുസ്ലിമാണ്. അപ്പോ അങ്ങനെ ഒരു വിഷയമുണ്ട്. പിന്നെ എന്താണോ അദ്ദേഹം കൃത്യമായിട്ടൊരു കാര്യം അദ്ദേഹത്തിന് അറിയില്ല. പ്രവാചകന്മാരും മഹാന്മാരും എന്താണോ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത്, എന്താണോ എന്ന് പറയുന്നത്, എന്തെന്ന് അദ്ദേഹം പറയുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന് ആകെ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ഇതാണ്, ഈ മെഡിറ്റേഷൻ തന്നെ. ഇത് തന്നെയാണ് മെഡിറ്റേഷൻ. പക്ഷെ അത് അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം പറയുമ്പോൾ അതിന്റെ പേറ്റന്റ് പോയില്ലേ, താനാണ് അതിന്റെ ഇത് എന്നുള്ളത് പറയാൻ പറ്റില്ല.
കാര്യങ്ങൾ ശാസ്ത്രീയമായിട്ട് കുറെ ലെവലുണ്ട് ഇതില്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ട്രാപ്പിൽ പോവുകയോ പൈസ കൊടുക്കേണ്ടി ഒന്നും വരില്ല.